ജനറൽ ബോഡിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കാലം മാറി, കഥയും മാറി. പക്ഷെ നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നമ്മുടെ ഓർത്തഡോക്സ് സഭയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ? സ്ത്രീകൾക്ക് ജനറൽ ബോഡിയിൽ സംസാരിക്കാൻ പാടില്ല അല്ലേ? കാണുക, ഈ കഥയിലെ കഥാപാത്രങ്ങളോട് എന്തെങ്കിലും സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും യാഥാർത്ഥ്യമാണ്. എന്നെ കിട്ടത്തില്ല എവിടെ പാടുന്ന താളത്തിന് തുള്ളാനായിട്ട്. അല്ലെങ്കിൽ പെണ്ണുങ്ങളെ പാടുന്ന മതിയെ. ഇപ്പൊ കാണാം. എടാ ഊവേ, നീ എന്തിനാ ലേറ്റ് ആയത്? ഒന്നും പറയണ്ട. രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കണം. പിള്ളേർക്ക് കഴിഞ്ഞപ്പോഴാണ് അവളുടെ ചെരുപ്പ് പൊളിക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുങ്ങാനും കൂടെ പറ്റിയില്ല. നമ്മൾ ജനറൽ ബോഡി തുടങ്ങാൻ സമയമായല്ലോ. സെക്യൂരിറ്റി കൊച്ചനെ കണ്ടില്ലല്ലോ. ഞാൻ വരുന്നുണ്ടല്ലോ. വരുന്നുണ്ട്. അല്ലെങ്കിൽ ചട്ടുമില്ല. താനെന്താണോ ഇവിടെ നിൽക്കുന്നത്? താനങ്ങ് കലത്തു പോയല്ലോ. അതിവിടെ കണ്ണാടിയൊന്ന് മാറ്റി വെച്ചോ. കേറി പോടോ. അച്ഛാ ക്ഷമിക്കണേ, ഞാൻ 2 മിനിറ്റ് ലേറ്റ്. ഈ ഫേസ്ബുക്കിൽ ലൈക്ക് ചെയ്ത് സമയം പോയതാകുന്നില്ല. നല്ല രീതിയിൽ ഡിസ്ലൈക്ക് ഇല്ലാത്തത് വലിയൊരു കുറവായിരിക്കും. നമ്മുടെ മഞ്ജു എപ്പോഴും അവർ പറയാം. ഇന്നത്തെ അജണ്ട ആദ്യമായിട്ട് കഴിഞ്ഞ ജനറൽ ബോഡിയിലെ മിനിറ്റ്സ് ഓഫ് ദ മീറ്റിംഗ് നമ്മൾ സെക്രട്ടറി മിനിറ്റ്സ് ഓഫ് ദ ലാസ്റ്റ് ജനറൽ. ആദ്യമായി സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുവാനായി ഒരു സജഷൻ ബോക്സ് ഉണ്ടാക്കുവാൻ തീരുമാനിച്ചു. നല്ല അഭിപ്രായം മാത്രമാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ അവരുടെ പേരും ഫോൺ നമ്പറും എഴുതുക. കമ്മിറ്റി അവരെ ഫോണിൽ ബന്ധപ്പെടുന്നതായി. രണ്ടാമതായി, സ്ത്രീകൾക്ക് മത്തമറിയം സമാജം ഉള്ളതുപോലെ പ്രായപൂർത്തിയായ പുരുഷന്മാർക്ക് വേണ്ടി ഔസേപ്പ് പത്രോ സമാജം തുടങ്ങുവാൻ തീരുമാനിച്ചു. മൂന്നാമതായി, കഴിഞ്ഞ ജനറൽ ബോഡിയിൽ പള്ളിയുടെ കൊയർ ടീമിന്റെ രൂപഭാവത്തിലും പ്രകടനത്തിലും മാറ്റം വരുത്തുവാൻ തീരുമാനിച്ചു. നാലാമതായി, ഫണ്ട് റേസിംഗിന് വേണ്ടി വീട്ടിലേക്ക് ഇടിച്ച് കയറി വരുന്ന കമ്മിറ്റിക്കാരുടെ പെരുമാറ്റത്തിൽ യാതൊരു മാറ്റവും വരുത്തേണ്ടതില്ലായി ജനറൽ ബോഡി തീരുമാനിച്ചു. മറിച്ച് പൈസ കൊടുക്കുന്നവർ അവരെ സന്തോഷത്തോടെ വരവേറ്റ് വിനയത്തോടെ ചോദിക്കുന്ന ഡോളർ കൊടുക്കണമെന്നും ജനറൽ ബോഡി ആവശ്യപ്പെട്ടു. കഴിഞ്ഞോ? എല്ലാം വായിച്ചോ? കഴിഞ്ഞ അപ്പൊ ഇത് ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? ചോദ്യം ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് പ്രപ്പോസ് ചെയ്ത്. അച്ചോ, ഞാൻ പ്രപ്പോസ് ചെയ്ത്. അതെങ്ങനെയാ ട്രസ്റ്റി എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത്? അത് പറ്റത്തില്ല. അത് ശരിയാ, വേറെ ആരെങ്കിലും പ്രപ്പോസ് ചെയ്ത്. എന്നാ പിന്നെ ഞാനങ്ങ് ചെയ്തേക്കാം. ആരെങ്കിലും സെക്കൻഡ് ഞാൻ ചെയ്തേക്കാം. ശരി, അപ്പൊ അതൊക്കെ നോട്ട് ചെയ്തോട്ടോ. അത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇന്നത്തെ ജനറൽ ബോഡിയിലെ ആദ്യത്തെ അജണ്ടയുടെ കിടക്കാം. ആദ്യമായിട്ട് ഔസേപ്പ് പത്ര സമാജത്തിന്റെ ഇക്കൊല്ലത്തെ ആക്ടിവിറ്റീസ് തീരുമാനിക്കും. അച്ഛോ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഇവിടെ കണ്ട അണ്ടനും അടുക്കോടനും ചെമ്മാനും ചെറുപ്പൂത്തിക്കും ഒക്കെയും സമാജമുണ്ട്. പുരുഷന്മാർക്ക് വേണോ വേറെ ഒരു സമാജം? ഇവന്മാരി ഔസേപ്പ് പത്ര സമാജം എന്ന് പറഞ്ഞ് തുള്ളി ഇറങ്ങിപ്പോയാൽ ഈ നമ്മുടെ പിള്ളേരെ ഒക്കെ ആരും നോക്കും? അത് വളരെ ശരിയാണ്. ഇതിന്റെ ഒന്നും ഒരാവശ്യമില്ല. പെണ്ണുങ്ങളുടെ അഭിപ്രായം അഭിപ്രായം പറയാനുണ്ടോ? നിങ്ങളുടെ ജനങ്ങളിലൊക്കെ സംസാരിക്കാം. അച്ഛോ, ഇവിടെ പുരുഷഘടന അനുഗ്രഹിക്കുന്ന പലതുണ്ട് ഞങ്ങളുടെ ഇടയിൽ. അതിനാലെ എഴുന്നേറ്റ് കാപ്പി ഉണ്ടാക്കണം. അവൾ കണ്ടു നടക്കുന്നതിന് മുമ്പേ കാപ്പി കൊണ്ട് കൊടുക്കണം. പിള്ളേർക്ക് രാവിലെ പാല് കൊടുക്കണം. പിന്നെ അവൾക്ക് ഓഫീസിൽ പോകാൻ സാരി വരെ കയറ്റി കൊടുക്കണം. ഇതിനിടയ്ക്ക് ഞങ്ങൾക്ക് ദൈവത്തോടെടുക്കാൻ ഈ സമാജം മാത്രമേ ഉള്ളൂ.
ശരി ശരി, അത് സംഭവിച്ചു. അതൊരു സത്യമാണ് കേട്ടോ. അത് തീരുമാനിച്ച സ്ഥിതിക്ക് ഔസേപ്പ് പത്രോസ് സമാജത്തിന്റെ ഈ വർഷത്തെ ആക്ടിവിറ്റീസ് എന്താണെന്ന് നമുക്ക് തീരുമാനിക്കാം. അച്ഛൻ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ അതിന്റെ ഭാഗമായിട്ട് ഒരു 28 നമുക്ക് ഈ വോളിബോൾ ടൂർണമെന്റ് ഉള്ളതുപോലെ ഇതിന് ഒരു ടൂർണമെന്റ് ഒക്കെ വെച്ച് ഒരു റോളിംഗ് അത് റോളാകുന്നതേ ഇല്ല. എല്ലാ ട്രോഫിയും എല്ലാ കാലവും സഭയല്ലേ പറയാൻ പറ്റൂല. ഇത് കളി വേറെയാ, ചീട്ടേ. നമ്മുടെ ചാട്ടി കുഞ്ഞും രാജമത്തായൊക്കെ അത് വിട്ടുകൊടുക്കുന്ന അച്ഛന് തോന്നണുണ്ടോ? ടൂർണമെന്റ് വെച്ച് നോക്കാം. 6 റോളിംഗ് ഉള്ളതെന്ന് നമുക്ക് അന്നേരം കാണാം. അടുത്ത അജണ്ട ഐറ്റം കൊയർ. അതിന്റെ ആവശ്യമുണ്ടോ? ഈ നമ്മൾ ടിവിയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടില്ലേ, എല്ലാരും ഇങ്ങനെ ഒരേപോലെ ഉടുപ്പൊക്കെ ഇട്ട് മുമ്പിലാണെങ്കിൽ ഒത്തത് ഒരു കോലം പിടിച്ചിങ്ങനെ ഈ ചാട്ടി ആട്ടി ആട്ടി അങ്ങനെയൊക്കെ വേണം. എന്നാലും ഗെറ്റപ്പുള്ളൂ. അതിനിപ്പോ ബുദ്ധിമുട്ടില്ലല്ലോ, നമ്മുടെ പള്ളിയിലും ഇല്ലേ ഒരു അങ്ങനെ ഒരു കോലം എടുത്താൽ പോലെ. അപ്പൊ കോലിന്റെ കാര്യം സെറ്റിലായി. ഇനി വയറിന്റെ ഡ്രസ് കൂടി ഒന്ന് ശരിയാക്കണം. അത് ഞാൻ പണ്ടേ പറയാനിരുന്നതാ. നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റൈൽ അനുസരിച്ച് മിനിമം ഒരു സാമുദ്രിക പട്ടെങ്കിലും വേണ്ടേ? അതിനു വേണ്ടി നമുക്കൊരു ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യണം. ഈ കമ്മിറ്റിയുടെ ട്രസ്റ്റി ഞാനാണ്. ഞാൻ അപ്രൂവ് ചെയ്യാത്ത ഒരു ബഡ്ജറ്റും ഇവിടെ നടക്കത്തില്ല. പിന്നെ ഇത് സാരിയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊരു ഫണ്ട് റേസിംഗ് തുടങ്ങിക്കളയാം. അച്ഛൻ എന്ത് പറയുന്നു? അത് നല്ലൊരു ഐഡിയ ആണ്. നമുക്കൊരു സാരി ഫണ്ട് റേസിംഗ്. അതെ അച്ഛോ, എനിക്കൊരു സജഷൻ ഉണ്ട് കേട്ടോ. ഈ സാരി കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് നമുക്ക് ഈ ജാക്സനൊന്ന് ഏൽപ്പിച്ചാൽ പുള്ളിയാണെങ്കിൽ എല്ലാ ദിവസം നാട്ടിൽ പോകാമല്ലോ. നമുക്ക് നല്ല ലേറ്റസ്റ്റ് സാരി പോകണം, അവിടുന്ന് വെറുതെ ചെയ്യാൻ. അത് ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ സാരി കമ്മിറ്റി ജാക്സൺ അത് ചെയർമാൻ. അങ്ങനെ സാരിയുടെ കാര്യം ശരിയായി. ഇനി ചെരുപ്പ് കൂടി ഒന്ന് തീരുമാനിക്കാം. അടുത്ത അജണ്ട ഐറ്റം പള്ളിയിൽ ഷൂസ് ഇടുന്നതിനെതിരെ പഴയ ജനകോടിയിലെടുത്ത തീരുമാനത്തിന്റെ ഭേദഗതി. അച്ഛോ, എനിക്ക് ആവശ്യത്തിന് പൊക്കമുണ്ട്. പക്ഷെ അതുപോലെയല്ല എല്ലാവരും. കുർബാന കാണുന്ന പലരും ഉണ്ട് ഇവിടെ. അച്ഛോ, അത് പറ്റത്തില്ല. പള്ളി താഴത്തേക്കെങ്കിലും നിങ്ങളുടെ ഒറിജിനൽ രൂപം ഒന്ന് കാണണ്ടേ? ഒന്നും മിണ്ടാതിരിക്കണം. വയനാട്ടിൽ സാരി മേടിക്കാൻ നല്ല ഉത്സാഹമാണ്. ഇവിടെ ഒരു ബാത്റൂം ഉള്ളത് നിന്ന് കഴിയാൻ പോലും സ്ഥലമില്ല. കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രയർ മീറ്റിംഗിൽ പോയി ആ വീട്ടിലെ ബാത്റൂം കാണേണ്ടത്. പള്ളിക്ക് പോകണമെങ്കിൽ സ്ഥലം പോയില്ല. ഈ ബാത്റൂം ഉണ്ടാക്കാനാ? എന്റെ കുഞ്ഞ്, അത് നിന്റെ പ്രായത്തിന്റെ കുഴപ്പമാ. എപ്പോഴും കാണുന്നു പുറത്തായിട്ട് അതൊന്നും കാണുന്നു. ഈ പള്ളിക്കകത്ത് ഈ മാതിരി സ്ഥലം കണക്ക് പോലെ ആ ഭിത്തി നമ്മൾ വലിച്ചാത്തേണ്ടി വെച്ചാല് ബാത്റൂം ഒന്നും വലുതാവും. അതെങ്ങനെയാ നോക്കണ്ടെടുത്ത് നോക്കും. എന്റെ ഭാര്യക്ക് എവിടെ പറഞ്ഞു? നമുക്ക് ഒന്ന് അറ്റൻഡ് ചെയ്ത് നമുക്ക് അച്ഛൻ പറഞ്ഞ് കഴിഞ്ഞെന്നല്ല കഴിഞ്ഞ ഭർത്താവ് എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യത്തെ ജനറൽ ബോഡിയിൽ ഒരു വഴക്കം കൂടാതെ തീരുമാനമെടുക്കാതെ പിരിയാൻ പറ്റിയതിന് ഞങ്ങൾ ശ്രമിക്കുന്നു, വാഴ്ത്തുന്നു.